മുംബൈ നാവികാസ്ഥാനത്ത് അതീവ സുരക്ഷാ നിർദ്ദേശം 6 ആയുധധാരികളെ കണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് തിരച്ചിൽ ശക്തമാക്കി. വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നുണ്ട്. മനു, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഉറി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു രാജ്യമാകെ. ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കൂടി വരുമ്പോൾ എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? നിലവിൽ മുംബൈയിലെ ഉറാൻ നാവിക സൈനിക കേന്ദ്രത്തിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. 6 സ്കൂൾ കുട്ടികളാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരം നിലവിൽ നാവിക ഉദ്യോഗസ്ഥർക്ക് തന്നെ നൽകിയത്. ഇവർ തിരികെ സ്കൂൾ വിട്ട് തിരികെ വീട്ടിലേക്ക് പോകും വഴി കറുത്ത വേഷധാരികളായ 6 പേരുടെ പക്കം തോക്കുകളും മറ്റും ഇവർ തൂക്കിയിട്ട് നിന്നതായുള്ള സൂചനയാണ് ഈ കുട്ടികൾ നൽകിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തിരച്ചിൽ തുടരുകയാണ്. ഈ സ്കൂൾ കുട്ടികൾ വിവരം നൽകിയ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ചുള്ളൊരു സ്ഥിരീകരണം നാവികസേന കൂടുതൽ വിശദാംശങ്ങളൊന്നും ലഭ്യമാക്കിയിട്ടില്ല. ഈ സ്കൂൾ കുട്ടികൾ ഇത്തരത്തിലൊരു വിവരം നൽകിയിട്ടുണ്ട്. ആയുധധാരികളായ 6 പേർ കറുത്ത വേഷത്തിൽ ഈ നാവികസേന ആസ്ഥാനത്തിന് സമീപത്ത് വെച്ച് കണ്ടു എന്നാണ് ഈ സ്കൂൾ കുട്ടികൾ നൽകിയിരിക്കുന്ന വിവരം. സംശയാസ്പദമായി തോന്നിയതിനെ തുടർന്ന് ഈ സ്കൂൾ കുട്ടികൾ തന്നെ നാവികസേന ഉദ്യോഗസ്ഥരെ, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും പിന്നീട് കർശന നിർദ്ദേശത്തെ തുടർന്ന് തെരച്ചിൽ ശക്തമാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഇതുവരെ ആരെയും പിടികൂടാനൊന്നും സാധിച്ചിട്ടില്ല. ഈ കുട്ടികൾ നൽകിയ വിവരം സംബന്ധിച്ചുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ തുടരുന്നത്. നിലവിൽ ഈ ഉറി സൈനിക കേന്ദ്രത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായതിനു പിന്നാലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ ചില ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ സൈന്യം തിരിച്ചടി ആരംഭിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ നിലവിൽ മുംബൈയിലെ ഉറാൻ സൈനിക കേന്ദ്രത്തിന് നേരെയും ഇത്തരത്തിൽ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഭീകരർ എന്ന് തോന്നിക്കുന്ന ആളുകളെ കണ്ടിരിക്കുന്നത് എന്നതാണ് സംശയം ഉണർത്തുന്നത്. ഈ ആശങ്കയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഈ കറുത്ത വേഷധാരികളായ ആളുകളാണ് ആയുധവുമായി മറ്റും കണ്ടത് എന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ ഇപ്പോൾ തിരച്ചിൽ തുടർന്നെങ്കിലും ആരെയും ഇതുവരെ കണ്ടെത്താനും മറ്റും സാധിച്ചിട്ടില്ല. ദില്ലിയിൽ നിന്നും അതീവ ജാഗ്രതാ നിർദ്ദേശം ഈ നാവിക സേനാ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു സംശയം ഉണർന്ന സാഹചര്യത്തിൽ വിവിധ സൈനിക കേന്ദ്രങ്ങൾക്ക് മുംബൈക്ക് പുറമെ മറ്റു സൈനിക കേന്ദ്രങ്ങളിലും സുരക്ഷ കർശനമാക്കാനുള്ള നിർദ്ദേശവും ദില്ലിയിൽ നിന്നും നൽകിയിട്ടുമുണ്ട്. സോമി, മുംബൈ നാവികാസ്ഥാനത്ത് അതീവ സുരക്ഷാ നിർദ്ദേശം 6 ആയുധധാരികളെ കണ്ടെന്ന് വിദ്യാർത്ഥികൾ നൽകിയ മുന്നറിയിപ്പിനെ തുടർന്നാണ് തെരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങളാണ് മനു ശങ്കരൻ ദില്ലിയിൽ നിന്നും നൽകിയത്.